നമസ്കാരം. എവിടെ ചെല്ലുമ്പോഴും ഒരു ലൈഫ് സ്ട്രാറ്റജിസ്റ്റെന്നോ ലൈഫ് സ്റ്റൈൽ കോച്ചെന്നോ പറയുമ്പോൾ ആദ്യമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിലൊന്ന്, ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ചോദ്യങ്ങളിലൊന്ന്, ഉറക്കത്തിനു വേണ്ടി എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ എന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്ന് സുഖകരമായ നിദ്ര കിട്ടുന്നില്ല എന്ന പരാതിയാണ്. അവർക്ക് അവരുടേതായ കാരണങ്ങൾ പറയാനുണ്ടാകാം. ചിലപ്പോൾ അമിതമായ ജോലിഭാരമാവാം, സാമ്പത്തിക പ്രശ്നങ്ങളാവാം, മറ്റു തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങളാകാം, അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്നതിൻ്റെ പ്രശ്നങ്ങളാകാം. പലതരത്തിൽ ഉറക്കം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് ഏറ്റവും കൂടുതലുള്ളത്. മെഡിക്കൽ ഷോപ്പുകളിൽ അന്വേഷിച്ചാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ന്യൂറോ റിലാക്സേഷനുള്ള ടാബ്ലറ്റുകളും ഉറക്കം കുറവിനുള്ള ടാബ്ലറ്റുകളുമാണ്. ഇവിടെ ഉറക്കക്കുറവിനുള്ള അല്ലെങ്കിൽ ഉറക്കം ലഭിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റുകൾ എപ്പോഴും ഒരു അഡിക്റ്റീവായിട്ടാണ് കാണാൻ സാധിക്കുക. ഒരു ഫിസിഷ്യൻ്റെ, നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഒരിക്കലും അത്തരം മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാതെ കഴിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് അനവധിയായ ഹെൽത്ത് ഇഷ്യൂസിന് അല്ലെങ്കിൽ നിങ്ങളുടെ വെൽനസ്സിനെ, നിങ്ങളുടെ ഭാവിയിലെ സുഖകരമായ ജീവിതത്തിന് പലതരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഉറക്ക ഗുളികകൾ അവോയ്ഡ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ ഉറക്കം മെച്ചപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യത്തിന് 2-3 വിധത്തിൽ സഹായിക്കാൻ കഴിയുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, ആധുനിക കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ഡിജിറ്റൽ മീഡിയകൾ, മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ ഏറ്റവും കൂടുതൽ സമയം ഇരിക്കുന്നത് കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന സാധ്യതകൾ മുമ്പിലാണ്. അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഉറക്കത്തിന് കുറച്ച് നേരം മുമ്പെങ്കിലും മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ കണ്ണിന് ലഭിക്കുന്ന സ്ട്രെയിൻ പരമാവധി കുറച്ച് കൊണ്ടുവരാനും ഉറക്കത്തിന് മുമ്പ് നെർവ്സിനെ കൂടുതൽ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാനും കഴിയും. അപ്പോൾ കഴിയുന്നത്ര മൊബൈൽ ഫോണുകൾ, നമ്മുടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും മറ്റ് റീൽസുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മളിന്ന് അതിനോടൊരു തരം അഡിക്റ്റീവാണ്. ഈ അഡിക്ഷനുകളിൽ നിന്നുള്ള മോചനം നിങ്ങളുടെ കണ്ണുകളുടെ നെർവ്സിൻ്റെ സ്ട്രെയിനിനെ കുറയ്ക്കുകയും മെച്ചപ്പെട്ട ഉറക്കത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ കാരണമാവുകയും ചെയ്യാം. പിന്നീട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കങ്ങൾ കാരണമുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസാണ്. അവിടെ നമുക്ക് വേണമെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ചിന്തകളെ കുറച്ച് കൊണ്ടുവരികയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകൾക്ക് പകരം നിങ്ങൾ ഏതെങ്കിലും പാട്ടുകളിലേക്കോ ഏറ്റവും സുഖകരമായ മ്യൂസിക്കിലേക്കോ മാറണമെന്നൊക്കെ പറയാൻ സാധിക്കും. പക്ഷെ അത് എളുപ്പമല്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അത്ര പറ്റുമായിരുന്നെങ്കിൽ ആരും മാനസിക പിരിമുറുക്കമുള്ള ദുഃഖങ്ങളുള്ള അവസ്ഥയെ സ്വീകരിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകളെ കുറയ്ക്കുക എന്ന ഉപദേശത്തോടൊപ്പം ഏറ്റവും ഇഷ്ടമുള്ള സംഗീതം ആസ്വദിക്കുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ ചന്ദനവും ഭ്രമ്യയുമെല്ലാം ഉൾപ്പെടുന്ന ചില ഔഷധമെന്ന് പറയുന്നില്ല, ചില ഹെർബൽ എക്സ്ട്രാക്റ്റുകൾ നിങ്ങൾ നെറ്റിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങളെ കൂടുതൽ സൂത്തിങ് അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ചില മെത്തേഡുകൾ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള സൂത്തിങ് ഏജൻറ്റുകൾ, ഹർഷമാരിയുള്ള ഏതെങ്കിലും സൂത്തിങ് ഏജൻറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഉറക്കത്തിലേക്കുള്ള ഒരു പടി കൂടി വയ്ക്കാനും സൈക്കോളജിക്കൽ റിലാക്സേഷനും അത് കാരണമാകാം. മൂന്നാമത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും മൂഡ് നിലനിർത്തുന്ന അല്ലെങ്കിൽ സുഖകരമായ ഉറക്കം തരാൻ കഴിയുന്ന, സുഖകരമായ മാനസിക സൗഖ്യം നിലനിർത്താൻ തരുന്ന ഒരു ഹോർമോണാണ് സെറാട്ടോണിൻ. ഈ സെറാട്ടോണിൻ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നാണ്. സെറാട്ടോണിൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിലുള്ള ഏറ്റവും സുഖകരമായ വഴി രാവിലത്തെ വെയിൽ കൊള്ളുക എന്നാണ്. ഏറ്റവും എളുപ്പമുള്ള വഴി രാവിലത്തെ വെയിൽ കായുക, പ്രഭാത കിരണങ്ങൾ, സൂര്യകിരണങ്ങൾ ശരീരത്തിലേൽക്കാൻ ഇടവരിക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്കിന്നിനും ഗുണകരമാകാം. അതിന് പുറമെ നിങ്ങൾക്ക് സുഖകരമായ ഉറക്കവും തരാൻ സാധിക്കുന്നു. നല്ല ഒരു മാനസികാവസ്ഥ പ്രദാനം ചെയ്യാനും ഈ സെറാട്ടോണിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഇതൊന്നും ഫലിക്കുന്നില്ലെങ്കിൽ നല്ല ഒരു കൺസൾട്ടേഷൻ അറേഞ്ച് ചെയ്യുക. നമ്മുടെ കൗൺസിലേഴ്സിനോ മറ്റുള്ളവർക്കോ നിങ്ങളുടെ ലൈഫ് സയൻസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായി നിങ്ങളെ ഗൈഡ് ചെയ്യാനും കൂടുതൽ സുഖകരമായ ഉറക്ക ഗുളികളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങളുടെ ഭാവിയെ ഭദ്രമാക്കുന്ന രീതിയിലുള്ള സുഖകരമായ ഉറക്കം സാധ്യമാക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്.